മലയാളികളുടെ സ്വന്തം ബേബി മോളാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് അന്നക്കുട്ടീനെ സ്വാഗതം ചെയ്യാം. അന്നക്കുട്ടി സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. ലാസ്റ്റ് ടൈം ഇന്റർവ്യൂവിന് വന്നപ്പോഴത്തേന് എനിക്ക് ഓർമ്മയുണ്ട് ബെന്നി പി നായരമ്പലത്തിന്റെ മോള് എന്നൊക്കെ പറഞ്ഞ ഒരു വലിയ ഇൻട്രോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്താ അന്ന ബെൻ എന്നുള്ളൊരു പേര് മലയാളികളുടെ മനസ്സിലേക്ക് തറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന് വേറൊരു ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട. എങ്ങനെ ഹാൻഡിൽ ചെയ്തു ആ ഒരു ഇൻസ്റ്റന്റ് ഫെയിം? അങ്ങനെ വലിയ ചേഞ്ചസ് ഒന്നുമില്ല, അങ്ങനെയൊക്കെ തന്നെ പോകണു. സന്തോഷമുണ്ട് അങ്ങനെ ഒരു ക്യാരക്ടർ അത്രയും പേര് ആക്സെപ്റ്റ് ചെയ്തതല്ലേ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കുമ്പളങ്ങി ഇറങ്ങുന്നതിന് മുമ്പ് നമ്മളന്ന് സംസാരിച്ചാണ്. അപ്പൊ അന്ന് എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഇങ്ങനെ ഒരു പടത്തിന് ഒരു പാട്ടാവാൻ പറ്റിയത് എന്നുള്ളത്. ഇപ്പൊ എന്റെ ക്യാരക്ടർ ഇങ്ങനെ എല്ലാവരും പേരൊക്കെ എടുത്ത് പറയും എന്നുള്ള ധാരണയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ഒരുപാട് സന്തോഷമുണ്ട്. അന്ന് പറഞ്ഞിരുന്നു ഒത്തിരിയേറെ ഓഡീഷനും 2-3 റൗണ്ടൊക്കെ കഴിഞ്ഞിട്ടാണ് എത്തിയത്. അപ്പം അഭിനയത്തെ കുറിച്ചൊന്നും ഇതില്ലായിരുന്നു. പക്ഷേ ഞാനും സിനിമ കണ്ടു. മലയാളികൾ കാണാത്തവരില്ല എന്ന് തോന്നുന്നു ആ സിനിമ. അത്രയധികം ആക്സെപ്റ്റ്. എങ്ങനെ ആദ്യത്തെ സിനിമയിൽ തന്നെ ഇത്രയും നാച്ചുറലായിട്ട് അഭിനയിക്കാൻ പറ്റി? ആക്ടിങ് എനിക്ക് ഇഷ്ടമാണെന്ന് ഉള്ള ഒരു സംഭവം അല്ലാണ്ട് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്നുമില്ലായിരുന്നു. പിന്നെ അവിടുന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് സ്റ്റാർട്ടായിരുന്നു അങ്ങനെ ഒരു ക്ലാസ്. അവർ ദിലീഷേട്ടനും മധുവേട്ടനും ശ്യാമേട്ടനും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യാന്നാണ്. അപ്പം അത് തന്നെ ഫസ്റ്റ് പാഠം തന്നെ ഒരു എന്താ പറയുക ഏറ്റവും വലിയൊരു ക്ലാസ്സിൽ നിന്ന് തന്നെ കിട്ടി. അപ്പം അതാണ് പിന്നീടുള്ള ആ ഒരു ഫുൾ പ്രോസസ്സിലും കാണാൻ പറ്റി. പിന്നെ അപ്പ നാടകങ്ങളും എഴുത്തും അഭിനയമൊക്കെ ആയിട്ട് പണ്ടേ അപ്പം അങ്ങനെ പോകും. അപ്പം ചിലപ്പോൾ അപ്പയുടെ ആയിരിക്കണം. ഈ സിനിമ കണ്ടു ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിനും അപ്പയുടെ റിയാക്ഷൻ എന്തായിരുന്നു? എക്സ്ട്രീംലി ഹാപ്പി ആയിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് കണ്ടത്. ക്രൂവും ഫാമിലി എല്ലാവരും കൂടി ഒരുമിച്ചാണ് കണ്ടത്. അവസാനമൊക്കെ അപ്പയുടെ കണ്ണുക്ക് നിറഞ്ഞു സന്തോഷം. കാരണം അപ്പയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫസ്റ്റ് മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡീഷനൊക്കെ കഴിഞ്ഞ് അതൊരു ക്ലീൻ സ്ലേറ്റ് ആയിരുന്നു. പക്ഷേ സെക്കൻഡ് മൂവിയൊക്കെ ആയിപ്പോഴത്തേക്കിനും അച്ഛൻ ഹെൽപ്പ് ചെയ്തിരുന്നോ കഥ കേൾക്കാനും നറേഷൻ കേൾക്കാനും ഒക്കെ? പപ്പ നറേഷന് എനിക്ക് ഇഷ്ടമാണ്. പപ്പ കൂടെ ഉള്ളത്. പപ്പയുടെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം കഥ കേൾക്കുമ്പോൾ മാക്സിമം പപ്പ ഉണ്ടാവും. പപ്പ കേൾക്കാൻ ശ്രമിക്കും. എന്നിട്ട് എൻ്റെ ഒപ്പീനിയൻസും പപ്പയുടെ ഒപ്പീനിയൻസും ഞങ്ങൾ സംസാരിക്കും. അങ്ങനെയൊക്കെയാണ്. ഫാമിലിയാണ്. സിസ്റ്ററും ഉണ്ട്. എനിക്കൊരു അനിയത്തിയാണ്. ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം അവിടെ നിന്നായിരിക്കും വരുന്നത് അനിയത്തിക്കുട്ടിയാണോ? ജനറലി വീട്ടിലെല്ലാവരും പല പോയിന്റ് ഓഫ് വ്യൂ ആണ് എല്ലാവരുടെയും. പപ്പ ഒരു ഇൻഡസ്ട്രി എന്നുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് അവിടുന്ന് കുറെ ഇൻപുട്സ് ഉണ്ട്. അമ്മ ഒരു പ്രേക്ഷക എന്നുള്ള നിലയ്ക്ക് കുറെ ഇൻപുട്സ് ഉണ്ട്. അനിയത്തി പേഴ്സണലി എന്തെങ്കിലുമൊക്കെ ചേച്ചി ഇങ്ങനെ ചെയ്ത എന്താ അത് അങ്ങനെയാണോ എന്നൊക്കെ എല്ലാവരുടെയും ഇൻപുട്സ് ഉണ്ട്. ഫുഡിയാണോ? ഓ യെസ്, മേജർ ഫുഡിയാണ്. എന്ന് വെച്ചാൽ ഒരുപാട് കഴിക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമാണ്. അത് കണ്ടാ അറിയാം. ഇല്ല, ഞാൻ കഴിക്കുന്നതാണ്. കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കും. എനിക്ക് ഇഷ്ടമാണ് ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ ഇന്ന ഡയറ്റ് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. അമ്മ നല്ല കുക്കാണ്. അമ്മയുടെ ഫുഡ് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്ത സെറ്റുകളിലൊക്കെ അമ്മ വന്ന് അമ്മയുടെ സ്പെഷ്യൽ ഫുഡൊക്കെ കൊണ്ടുവന്ന് തരും. അപ്പൊ അങ്ങനെ ഞാൻ കുഞ്ഞിലെ അമ്മയുടെ ഫുഡ് കഴിക്കുന്ന കാരണം എനിക്ക് ബേസിക്കലി ഈ ഫുഡിനോട് താല്പര്യമാണ്. കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അമ്മയുടെ അത്ര ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനൊക്കെ ഇഷ്ടമാണ്. കാരണം ഷെഫ് നൗഷാദൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ ചേട്ടൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറ് നിറയെ മീനാണ് സ്പെഷ്യാലിറ്റി. ചെമ്മീനും കരിമീൻ പൊള്ളിച്ചതും ഒക്കെ വിശാലമായി കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കൈപ്പുണ്യം തന്നെ മോൾക്ക് കിട്ടിയിട്ടുണ്ടോ? അയ്യോ, അത്രയൊന്നും എനിക്കറിയില്ല. അമ്മ ഒരു വേറെ ലെവൽ കുക്കാണ്. അമ്മയുടെ കുക്കിംഗ് എല്ലാവരും എനിക്ക് തോന്നുന്നു. ഇപ്പൊ നമ്മളുടെ പപ്പ വർക്ക് ചെയ്യുന്ന സെറ്റിലാണെങ്കിലും അമ്മ ഫുഡ് ഉണ്ടാക്കും. അപ്പം മമ്മൂക്കാങ്കിൾ ഉൾപ്പെടെ എല്ലാവർക്കും ഈ സീ ഫുഡ് ഭയങ്കര താല്പര്യമുള്ള ആൾക്കാർ ഒരുപാട്. അപ്പം ഞങ്ങൾ വൈപ്പില്ല. അപ്പം ഞങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറെ സീ ഫുഡൊക്കെ കിട്ടും. അപ്പം അമ്മ അത് നല്ല അടിപൊളിയായിട്ട് വയ്ക്കുകയും ചെയ്യും. അങ്ങനെ അങ്ങനെ ഒരു സീ ഫുഡ് ഇഷ്ടപ്പെടുന്ന ഫാമിലി മൊത്തം എന്നാ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന നടത്തുന്നത് ചിക്കൻ്റെ ഒരു കഥയായിട്ട് ഹെലന് അങ്ങനെ വേണമെങ്കിൽ പറയാം. ഒരു ഹെലനിലെ ക്യാരക്ടറിനെ കുറിച്ചൊന്ന് പറയാമോ? ഹെലൻ എൻ്റെ ഏജ് ഗ്രൂപ്പിൽ വരുന്ന ഒരു ക്യാരക്ടറാണ്. പുള്ളിക്കാരി നഴ്സിംഗ് കഴിഞ്ഞിട്ട് IELTS ചെയ്ത് കാനഡയിലേക്ക് പോകാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു കുട്ടിയാണ്. പുള്ളി പാർട്ട് ടൈം ആയിട്ട് ചിക്കൻ ഹബിൽ വർക്ക് ചെയ്യാണ്. അതാണ് അതിൻ്റെ ഒരു സിറ്റുവേഷൻ. പിന്നെ ആ കുട്ടിയുടെ ലൈഫിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ് ഈ സിനിമയിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം. ഇതിൽ നല്ലൊരു അച്ഛൻ മകൾ റിലേഷൻഷിപ്പ് ഇതിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ലാലങ്കിളാണ് ചെയ്തിരിക്കുന്നത്. ലാലങ്കിളുടെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യം. കാരണം ഞങ്ങള് ഫാമിലിയാണ് ഓൾറെഡി. അപ്പം എൻ്റെ അനിയത്തിയുടെ ഗോഡ് ഫാദർ ആ ലാലങ്കിൾ. അപ്പം ഞങ്ങൾക്ക് കുഞ്ഞിലെ തുടങ്ങി എനിക്ക് അറിയുന്ന ഒരാളാണ്. അപ്പോൾ ലാലങ്കിളെ ഓൺ സ്ക്രീനിലെ പപ്പ എന്ന് വിളിക്കാനായിട്ട് എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു.
ഒട്ടും ഡിഫിക്കൽട്ടി ഇല്ലാണ്ട് സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു കെമിസ്ട്രി ഉണ്ടായിരുന്നു. ലാലങ്കിൽ എനിക്ക് എന്നെ കുഞ്ഞിലെ തുടങ്ങി അറിയുന്ന കാരണം നമ്മുടെ ഓരോ മൂമെന്റ്സും നമ്മൾ ചിരിക്കുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നത്, കോമഡി പറഞ്ഞ് എങ്ങനെ എല്ലാം അറിയാം അങ്ങോട്ടും ഇങ്ങനെ. അപ്പം അങ്ങനത്തെ ഒരു സ്പേസ് എനിക്ക്, അതും ആസ് എൻ ആക്ടർ ഹീസ് ബ്രില്യൻ ആസ് എൻ ആക്ടർ ആൻഡ് ഡയറക്ടർ ഓഫ്കോഴ്സ്. അപ്പം ആ ഒരു സീനിയർ മോസ്റ്റ് ആളുടെ അടുത്ത് നിന്ന് പഠിക്കാനും ഉള്ള ഒരു അവസരമാണ്. അത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് എനിക്കത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഹെലനിൽ എനിക്ക് തോന്നുന്നു സ്ക്രീനിൽ അഭിനയിക്കേണ്ടി വന്നില്ല അധികം. അച്ഛനും മോളുമായിട്ട് ഒരു ജീവിക്കുന്ന പോലെ എക്സ്പീരിയൻസ് ആയിരുന്നു. ബേബി മോളുടെ ക്യാരക്ടർ ആണെങ്കിൽ അവിടെ രണ്ട് സിസ്റ്റേഴ്സിന്റെ ഇമോഷൻസും അവരുടെ ഒരു ബന്ധമാണ് കാണിക്കുന്നത്. ഇതിനകത്ത് ഒരു അച്ഛൻ മകളുണ്ട്, ഒരു ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഉണ്ട് അല്ലെ? സോ ബേബി മോളിൽ നിന്ന് എന്താണ് ഹെലനെ ഡിഫറെന്റ് ആക്കുന്നത്? ബേബി മോളെക്കാളും ഒരു ഇത്രയും കൂടി മെച്യൂർ ആണ് ഹെലൻ. ആള് രണ്ടുപേർക്കും അവരുടേതായ സ്റ്റാൻഡേർഡുള്ള ആളുകളാണ്, ഇൻഡിപെൻഡന്റ് ആണ് രണ്ടുപേരും. പക്ഷെ ഏജ് വൈസ് ആണെങ്കിലും പിന്നെ സിറ്റുവേഷൻസ് വൈസ് ആണെങ്കിലും ഇത്രയും കൂടി മെച്യൂർ ആണ് ഹെലന്റെ ക്യാരക്ടർ. കാരണം ഒറ്റ മകളാണ്, അമ്മയില്ല. അപ്പൊ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഏറ്റെടുക്കുന്നത് ഹെലനാണ്. പിന്നെ അച്ഛന്റെ കാര്യങ്ങൾ നോക്കുന്നത് ഹെലനാണ്. അച്ഛൻ മരുന്ന് കഴിച്ചോ എന്നൊക്കെ ഉള്ളതൊക്കെ നോക്കുന്നത് അവളാണ്. ഗ്യാസ് ഓഫ് ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നത് അവൾ. അങ്ങനത്തെ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഗേളാണ്. പിന്നെ ഒരുപാട് എന്താ പറയാ കെയറിങ് ആയിട്ടുള്ള ഒരു ട്രേറ്റ് ഹെലനുണ്ട് എല്ലാവരുടെയും കാര്യത്തിൽ. ഇപ്പം നെയ്ബേഴ്സിനെ ആയാലും നഴ്സിംഗ് എടുക്കാൻ തന്നെ പുള്ളിയുടെ ആ ഒരു കെയറിങ് നേച്ചറിന്റെ ഒരു ഭാഗമായിട്ടാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഹെലൻ. ആൻഡ് ഹെലൻ ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ളത് വിനീത് ശ്രീനിവാസൻ, അതിന്റെ പ്രൊഡ്യൂസർ, നോബിൾ കോ പ്രൊഡ്യൂസർ, റൈറ്റർ, എവറിത്തിങ്. ഒരു ഗ്യാങ് ആണ്, ഒരു ഫ്രണ്ട്സിന്റെ ഗ്യാങ് ആണ്. ഈ ഗ്യാങ്ങിനകത്ത് ചെന്ന് പെട്ടപ്പോൾ എങ്ങനെയായിരുന്നു? ആദ്യമേ ഇവര് ഇൻക്ലൂഡ് ചെയ്തോ അതോ നുഴഞ്ഞു കയറേണ്ടി? എനിക്ക് ഈ ഗ്യാങ് പുതിയതല്ല ആക്ച്വലി. എനിക്ക് മാത്തുച്ചേട്ടനെയും മാത്തുക്കുട്ടീനെയും ഇതിന്റെ റൈറ്റർ ആൽഫിനെയും മാത്രമേ എനിക്ക് പുതിയതായിട്ട് ഞാൻ പരിചയപ്പെട്ടുള്ളൂ. നോളച്ചിനെയും ഭാര്യ ബോൺ ചേച്ചി പിന്നെ വിനീതനെയൊക്കെ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. ഞാൻ ആക്ച്വലി കുമ്പളങ്ങിക്ക് മുമ്പ് ഒരു മ്യൂസിക് വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടേ കണ്ടേ എന്ന് പറഞ്ഞ്. അത് ഡയറക്റ്റ് ചെയ്ത് അതിൽ അഭിനയിച്ചത് നോളച്ചിന്റെ ബ്രദർ പാപ്പുചേട്ടൻ. അപ്പൊ എനിക്ക് അവർ അങ്ങനെ അന്നേ പരിചയമുണ്ട്. ബാക്ക് ഇൻ 2017 എനിക്ക് അവരെ പരിചയമുണ്ട്. അപ്പൊ എനിക്ക് ഇവർ ഓൾറെഡി അറിയാം. പിന്നെ ഇവരുടെ സെറ്റിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള എനിക്ക് അറിയുന്ന കുറേ പേരാ. അപ്പൊ ഇതിന്റെ DOP ആനന്ദ് സി ചന്ദ്രൻ, ആനന്ദേട്ടനെ എനിക്ക് നേരത്തെ അറിയാം. അപ്പൊ ഞാൻ ഒട്ടും പുറത്തുനിന്നല്ല ആക്ച്വലി, എനിക്കിത് ഓൾറെഡി അറിയുന്ന ഒരു ഫാമിലിയിലേക്ക് ഞാൻ വീണ്ടും വർക്ക് ചെയ്യാൻ ചെന്ന ഒരു ഫീലായിരുന്നു. എന്തുകൊണ്ടാണ് കുമ്പളങ്ങി കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു? അത് മനഃപൂർവ്വം നല്ലൊരു സ്ക്രിപ്റ്റ് വന്നിട്ട് അത് അങ്ങനെ ഇരുന്ന് ചെയ്തതാണോ അതോ? എനിക്ക് അങ്ങനെ പടമൊന്നും വന്നില്ല. അങ്ങനെ അധികം പ്രോജക്ട്സ് ഒന്നും അങ്ങനെ വന്നില്ല ഇതില്. പിന്നെ ചിലതൊക്കെ പറയുന്ന എന്തെങ്കിലും കാരണം കൊണ്ട് നടക്കാണ്ട് പോയതൊക്കെ ആയിരിക്കും. പിന്നെ ഇതാണ് വന്നപ്പോ തന്നെ ഇവരെല്ലാം ഓൾറെഡി ഫിക്സ്ഡ് ആണ്. ഇന്ന ടൈമിൽ നമുക്ക് തുടങ്ങണം, അത് ഇന്ന പ്രൊഡക്ഷൻ എല്ലാം സെറ്റായിട്ട് വന്ന് നറേറ്റ് ചെയ്യാൻ വന്നതാണ് ഇവര്. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ, സ്റ്റോറി കേട്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എൻ്റെ പേര് ആക്ച്വലി സജസ്റ്റ് ചെയ്തത് ലാലങ്കിളാണ്. ലാലങ്കിളാണ് ഇതാദ്യം ഇവർ പോയി സംസാരിച്ച് ആ ഒരു ക്യാരക്ടർ ഫിക്സ് ചെയ്തത്. അപ്പൊ അവരിങ്ങനെ ലാലങ്കിൾ ഇങ്ങനെ സജഷൻ പറഞ്ഞപ്പം ഇവർക്കും അത് ഓക്കെ ആയിരുന്നു. എന്നിട്ടാണ് ഇവർ കഥ പറഞ്ഞത്. അപ്പൊ അത് അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് വരുന്നത്. ഈ ഹെലനിൽ എന്തായിരുന്നു ചലഞ്ചിങ് ആയിട്ടുള്ളത്? ഈ ബേബി മോൾ എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും അതൊരു ക്ലീൻ സ്ലീറ്റ് ആയിരുന്നു, ഒന്നും ഇല്ലാത്ത ഒരിടത്തുനിന്ന് തുടങ്ങി ആക്ടിങ്, ഫസ്റ്റ് ആക്ടിങ് ആകുമ്പോഴത്തേക്കിനും. അത് കഴിഞ്ഞിട്ട് ഹെലനിലോട്ട് വന്നപ്പോഴത്തേക്കിനും എന്തെല്ലാം ആയിരുന്നു ചലഞ്ചസ്? എനിക്ക് ചലഞ്ച് എന്ന് പറയാൻ ഈ സ്റ്റോറി ചാലഞ്ചിങ് ആണ്. ഇതിന്റെ ആ ഒരു സർവൈവൽ ത്രില്ലർ എന്നുള്ള ഒരു ജോൺറ ചാലഞ്ചിങ് ആണ്. അത് ആ ഒരു ജോൺറ കിടക്കുന്ന എല്ലാ പടങ്ങൾക്കും ആക്ടേഴ്സിന് നല്ലോണം ചാലഞ്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഫിസിക്കലിയും മെന്റലിയും ഒരുപാട് എക്സേർട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതിൽ. അപ്പൊ അത് തന്നെയാണ് എന്നെ എക്സൈറ്റ് ചെയ്തതും. കാരണം സെക്കൻഡ്, ഞാൻ തുടക്കക്കാരിയാണ്. അപ്പൊ എനിക്ക് സെക്കൻഡ് പ്രോജക്റ്റ് ഇത്രയും ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ബിൽഡ് ചെയ്യാൻ ഇത്രയും ഒരു സ്പേസ് കിട്ടുന്ന ഒരു സിനിമയാണ് വന്നത്. അപ്പൊ എനിക്കിത് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അപ്പൊ ഇതിൽ എന്തൊക്കെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ഇവരുടെ കൂടെ ഇരുന്നാണെങ്കിലും ഓരോന്ന് ഡിസ്കസ് ചെയ്ത് ഞാൻ എന്തൊക്കെയാ ചെയ്യണ്ടേ, സ്പെഷ്യലി എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ എല്ലാം സംസാരിച്ചിട്ടാണ് നമ്മൾ ഈ ക്യാരക്ടറിലേക്ക് വന്നത്. അപ്പം ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ഇതിന്റെ സെക്കൻഡ് ഹാഫ് ഷൂട്ട് ചെയ്യുന്നതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പൊ സെക്കൻഡ് ഹാഫിൽ ഒരുപാട് സ്ഥലത്ത് എനിക്ക് കൂടുതൽ എക്സേർട്ട് ചെയ്തതിന്റെ കുറെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് എനിക്ക് തോന്നുന്നില്ല, എനിക്ക്
ഉറപ്പാണ് ഈ ടീം അത്രയും സോളിഡ് ആയതുകൊണ്ടാണ് അത് എന്നെ ഹെൽപ്പ് ചെയ്തത്. കാരണം ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇവരുടെ. പിന്നെ എനിക്കിപ്പം ഭയങ്കര കാഷ്വൽ ആയിട്ട് ഇവരോട് എന്ത് വേണമെങ്കിലും ഓപ്പൺ ആയിട്ട് പറയാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ അതിന് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി അപ്പൊ എനിക്ക് പറയാം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്തെടുത്തതാണ്. തണുപ്പ് ഇഷ്ടമാണോ? ഇല്ല. എന്നിട്ടാണ് ഇതിനകത്തൊരു അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടുപോകുന്നത്. തണുപ്പ് ഒട്ടും ഇഷ്ടമല്ല. AC പോലും ഇഷ്ടമല്ലാത്ത ആളാണ് ഞാൻ. ഏതായാലും അതൊരു സസ്പെൻസ് ആണ്. അത് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു സസ്പെൻസ് ആണ് അല്ലേ? അതെ. സോ ഇതിന്റെ നായകനെ പറ്റി, നോബിളുടെ ഫസ്റ്റ് അഭിനയിക്കുന്ന സിനിമ, ഹൗ വാസ് ഹി? Oh, he was really sweet and he was very confident with what he had to do. നോളച്ചൻ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് വന്നിങ്ങനെ ഞാൻ ആദ്യമായിട്ടാ അനുക്കുട്ടി അഭിനയിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തു. പിന്നെ നമ്മളെല്ലാവരും അത്രയും കംഫർട്ടബിൾ ആയത് കാരണം എന്തെങ്കിലും ഇങ്ങനെ ഇതിലൊക്കെ കയ്യിൽ നിന്നൊക്കെ പോയാൽ ഞങ്ങൾ കളിയാക്കും. അപ്പോൾ നോളച്ചനപ്പോൾ ആഹാ അന്ന് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഭയങ്കര ഫ്രീ ആൻഡ് ഓപ്പൺ ആയിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പം തന്നെ അവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അപ്പം അതാണ് നോളച്ചൻ ആദ്യം ചെയ്യാനൊന്നും പറയത്തില്ല, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് ചെയ്തത്. ആൻഡ് എനിക്ക് തോന്നുന്നു നോബിള് ഇൻ ആൻഡ് ഔട്ട് ഇതിന്റെ പ്രൊഡക്ഷൻ എല്ലാ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത് കാരണം ഹീ നോസ് വാട്ട് ഇറ്റ് ഈസ് അല്ലെ, എന്താണ് ടക്കുന്ന സീൻ കഴിയുമ്പോഴേക്കും ആ പ്രൊഡക്ഷന്റെ എന്തായി, ടൈം എത്രയായി, വാറ്റ് കയറിയോ എന്നൊക്കെ ചോദിക്കുന്ന എല്ലാം ഓടി അറിഞ്ഞ് ചെയ്തത് നോളച്ചനുണ്ട്. ആൻഡ് ഇതിനകത്ത് ടോട്ടലി ഡിഫറെന്റ് ഒരു ഗെറ്റപ്പിൽ വരുന്നത് അജു വർഗീസ് ആണ് അല്ലേ? അജു വർഗീസ് ആദ്യമായിട്ട് ഒരു പോലീസ് സ്പെഷ്യൽ, സീരിയസ് ആയിട്ടുള്ള ഒരു വേഷത്തില്. ബട്ട് നിങ്ങൾക്ക് കോമ്പിനേഷൻ സീൻ ഹീസ് എ വെരി ഫണി ആൻഡ് വെരി ഫൺ പേഴ്സൺ. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടറിനെ സജസ്റ്റ് ചെയ്ത് നമ്മുടെ റൈറ്റർ ആൽഫിയാണ് ആ ക്യാരക്ടർ അജുവേട്ടനെ കൊണ്ട് ചെയ്യിച്ചാൽ നല്ലതായിരിക്കും എന്ന് സജസ്റ്റ് ചെയ്തത്. അപ്പൊ അജുവേട്ടനും അതൊരു ഇതുവരെ കണ്ടതിൽ വെച്ച് അജുവേട്ടന്റെ വേറെ ഒരു ആക്ടിങ് ഫേസ് ആണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതും എനിക്ക് അതിലും ഞാൻ എക്സൈറ്റഡ് ആണ്. ആളുകൾ അത് കാണാൻ റെഡിയായി നിൽക്കുക എന്ന് പറയുമ്പോൾ. ഇപ്പം ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നു, അറിയപ്പെടുന്ന ഒരു താരമായി. അപ്പൊ എങ്ങനെയാണ് ഇപ്പം? ഞാനിപ്പം എൻ്റെ ഒരു 3rd പ്രോജക്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞു, അതിന്റെ ഷൂട്ട് കഴിഞ്ഞു. കപ്പേള എന്നാണ് സിനിമയുടെ പേര്. അതിന്റെ ഡയറക്ടർ മുസ്തഫ എന്ന് പറയുന്ന ഡയറക്ടറാണ്. അതിൽ റോഷൻ മാത്യുവും ഞാനും ശ്രീനാഥ് ബാസിയും കൂടിയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഷൂട്ട് കഴിഞ്ഞു. ഞാനിങ്ങനെ സിനിമയിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ദൈവം സഹായിച്ച അങ്ങനെ നല്ല പ്രോജക്ട്സുകൾ വരുന്നുണ്ട്. അപ്പം സിനിമ ഇല്ലാത്ത ടൈമിൽ പിന്നെ വീട്ടുകാരുടെ ഒപ്പം അല്ലെങ്കിൽ പിന്നെ ഫ്രണ്ട്സ് എൻ്റെ യൂഷ്വൽ കുറച്ച് നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട്, അവരുടെ കൂടെ പോവാ, സംസാരിക്കുക, സിനിമയ്ക്ക് പോവുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉള്ളൂ. ട്രാവൽ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാളാണല്ലേ? ട്രാവലിംഗ് ഇഷ്ടമാണ്. ഇൻസ്റ്റയിലൊക്കെ എപ്പോഴും കാണാം ഹിമാലയൻ ട്രെക്കിംഗ് ഒക്കെ. അത് ഇതിന്റെയൊക്കെ ഒരു ഭാഗമായി വെറുതെ അതിന്റെ ഒരു പേരിൽ ഒരു ഹിമാചൽ ട്രെക്ക് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഒരു 20 കിലോമീറ്റേഴ്സ് അപ്പ് 20 കിലോമീറ്റേഴ്സ് ഡൗൺ ഒരു ട്രെക്ക് ഉണ്ടായിരുന്നു ഹിമാചലിൽ നിന്ന്. അവിടെ അങ്ങനെ ഒരു 7-8 ദിവസം അവിടെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. എനിക്ക് തോന്നുന്നു എല്ലാവരും എപ്പോഴെങ്കിലും അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അങ്ങനെ പോകണം. അത് ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര ഒരു ഇന്റേണൽ എക്സ്പീരിയൻസ് അങ്ങനത്തെ ഒരു ട്രാവൽ എന്ന് പറഞ്ഞാൽ. ഒരു സോൾ ബ്രേക്കിംഗ് ഫ്രീ എക്സ്പീരിയൻസ്. ഒരു വേറൊരു സ്പേസ് ആണ്, നല്ലൊരു സമാധാനമുള്ള. നമ്മൾ ഇവിടെ നിന്നുള്ള എല്ലാ തിരക്കൊന്നും വിട്ട് ഫോണ് ഒന്നുമില്ല, നമ്മൾ കുറച്ച് കൂട്ടുകാർ മാത്രമേ ഉള്ളൂ. അത് നല്ല ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നമ്മൾ തന്നെ വീടൊക്കെ വെച്ച് സമാധാനമായിട്ട് നിൽക്കുന്ന ഒരു പരിപാടി. 7-8 ദിവസത്തെ. അതുപോലെ തന്നെ ഈ ഫാഷൻ ഡിസൈനർ ആണ്, അതാണ് പഠിച്ചത്. അതിന്റെ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി പുറത്തെടുക്കാറുണ്ടോ ഈ സ്വന്തമായിട്ട്? കാരണം സാരി ഉടുക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. എപ്പോഴും കാണാം ബ്യൂട്ടിഫുള്ളി, അതും നന്നായിട്ട് ഉടുത്താൽ ആരാ സ്വയം? എന്റെ അമ്മയാണ്. എന്റെ അമ്മ ഷീസ് എ സ്മോൾ ഡീവ ഹെർസെൽഫ്. ലൈക്ക് അമ്മ ഇസ് എ വെരി സ്വീറ്റ് ആൻഡ് വെരി ഫാഷൻ ഇഷ്ടപ്പെടുന്ന ഒരാള്. അമ്മയാണ് ശരിക്കും ഞങ്ങളുടെ ഫാമിലിയിലെ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരാള്. അമ്മയ്ക്ക് ഡ്രസ്സിങ് ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്, ശ്രദ്ധിക്കുന്ന ആളാണ്. അപ്പൊ അമ്മയാണ് ഞങ്ങളുടെയൊക്കെ ഇൻസ്പിറേഷൻ, ഫാഷൻ ഗുരു. അതെ. അപ്പം ആ ഒരു ടേസ്റ്റ് ആണ് എനിക്കും കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ ഫാഷൻ ഡിസൈനിങ് എടുക്കാനും അങ്ങനത്തെ ആ ഒരു ഇതിൽ ഫ്ലേവറിലുള്ളതുകൊണ്ട് അങ്ങനെ എടുത്തതാ. ഇപ്പൊ ഡ്രസ്സപ്പ് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഇതിലിപ്പോ തന്നെ ഇവന്റ്സും അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ തന്നെ എന്തെങ്കിലും, പിന്നെ എനിക്ക് കുറച്ച് ഈ സർക്കിൾ ആയത് കാരണം എനിക്ക് കുറെ ഫ്രണ്ട്സും ഉണ്ട് ഈ ഫാഷൻ ഡിസൈനിങ് പഠിച്ചവരൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ കുറെ പേര് പരിചയമുള്ളത് കൊണ്ട്. കമ്മിങ് ബാക്ക് ടു ഹെലൻ ആണല്ലോ ഇപ്പോഴത്തെ ടോപ്പിക്. അതിലെ പാട്ടുകൾ ഷാനാണ് പാട്ട് ചെയ്തിരിക്കുന്നത്. എത്ര സോങ്സ് ഉണ്ട്?
എന്നോട് ഇത് ആക്ച്വലി പറഞ്ഞത് നമ്മൾ ത്രില്ലർ ഈ ഇങ്ങനത്തെ പടമായതാണ് ഒരു പാട്ടേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഷാൻ റഹ്മാന്റെ മ്യൂസിക്കൽ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഈശ്വര ഒരു പാട്ട് കൊണ്ട് ഇതെങ്ങനെ കുറച്ചും കൂടി വേണമെന്നത് ഇങ്ങനെ ആഗ്രഹിച്ചു. അപ്പൊ അവർ പറഞ്ഞില്ല, നമുക്ക് അതിനുള്ള സ്പേസ് ഇല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഷാനിക്ക ഇത് പടമൊക്കെ തീരാറായി, എന്റെ മിക്സിംഗ് കഴിഞ്ഞപ്പോൾ 3 പാട്ടൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇനിയും പാട്ടുകൾ വരാനുണ്ട്. ഇതില് വേറൊരു പാട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട്, അത് സൂൺ ഇപ്പൊ വരും. അതൊന്ന് രണ്ടുപേരും ഒന്ന് പാടാവോ? ഒരു രക്ഷയില്ല, പാട്ട് പാടാൻ മാത്രം പറയുന്നത്. അപ്പൊ എന്തായാലും ഹെലൻ എല്ലാരും തിയേറ്ററിൽ പോയി കാണണം. ഒരു സസ്പെൻസ് ഉണ്ട്, അതിലൊരു ത്രില്ലർ മൂവിയാണ് അല്ലെ. അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നതിനെക്കാട്ടിലും ബേബി മോള് തന്നെ സ്വന്തം പ്രേക്ഷകരോട് പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. സസ്പെൻസിനേക്കാൾ ഉപരി ഇതൊരു സർവൈവൽ ത്രില്ലർ എന്നുള്ള ജോണറിൽ വരുന്നൊരു പടമാണ്. എല്ലാവർക്കും പക്ഷെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള കുറെ എലമെന്റ്സ് ഉണ്ട്. ഫാമിലി ആയാലും റിലേഷൻസ് ആയാലും ത്രില്ലിംഗ് ആയാലും അങ്ങനെ നല്ല കുറെ എക്സ്പീരിയൻസ്, വിഷ്വലി കുറെ നല്ലൊരു എക്സ്പീരിയൻസും കൂടെ കിട്ടുന്ന ഒരു പടമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ പറ്റുന്ന പോലെ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക. അപ്പോൾ അന്നക്കുട്ടി എന്തായാലും ഹെലനിന് വളരെ നല്ല റെസ്പോൺസാണ് കാണുന്നത്. അപ്പോൾ ഇനി ഒത്തിരിയേറെ നല്ല നാടൻ റോളുകളും അല്ലെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള റോളുകളുമായിട്ട് ഞങ്ങളുടെ മുന്നിൽ കാണട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.